തകർന്നു കിടക്കുന്ന നാട്ടിക പഞ്ചായത്തിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഗ്രാമപഞ്ചായത്ത് യോഗത്തിൽ നിന്നും UDF അംഗങ്ങൾ ഇറങ്ങിപ്പോയി. റോഡുകൾ നന്നാക്കാത്തതിന്റെ പ്രതിഷേധം പലതവണ അറിയിച്ചിട്ടും നന്നാക്കുമെന്ന വാഗ്ദാനവും ഫണ്ട് പാസായി എന്ന് പറഞ്ഞു പറ്റിക്കലുമാണ് CPM പഞ്ചായത്ത് ഭരണത്തിൽ നടക്കുന്നതെന്ന് UDF അംഗങ്ങൾ ആരോപിച്ചു. പ്രസിഡന്റിനോടും പഞ്ചായത്ത് യോഗങ്ങളിലും പലതവണ UDF മെമ്പർമാർ രേഖാമൂലം പരാതി അറിയിച്ചിട്ടുണ്ട്. ഒരു പ്രവൃത്തിയും പഞ്ചായത്തിൽ നടക്കുന്നില്ലെന്നും മെമ്പർമാർ പറഞ്ഞു. UDF അംഗങ്ങളായ ബിന്ദു പ്രദീപ്, ശ്രീദേവി മാധവൻ, CS മണികണ്ഠൻ, KR ദാസൻ എന്നിവരാണ് പഞ്ചായത്ത് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി പ്രതിഷേധിച്ചത്. നമ്മുടെ നാട്ടിക പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ റോഡുകൾ ഒക്കെ തന്നെ റോഡ് തോടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പലതവണയും പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിൽ ആവശ്യപ്പെട്ടിട്ടും യാതൊരു കുശലും കൂടാതെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി തയ്യാറാവുന്നില്ല. കാരണം അവർ കഴിഞ്ഞ ഭരണസമിതിയെയാണ് കുറ്റം പറയുന്നത്. കഴിഞ്ഞ ഭരണസമിതിയാണ് റോഡ് പൊളിക്കാൻ അനുവാദം കൊടുത്തെന്നുള്ള ഒരു ഇതിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിനെ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി തിരിച്ച് വാക്കൗട്ട് നടത്തിയിട്ടുള്ളത്. പഞ്ചായത്തിൽ 170ഓളം റോഡുകളുണ്ട്. ഇതിൽ 150ഓളം റോഡുകൾ തകർന്നു കിടക്കുകയാണ്. മഴക്കാലമായാൽ കുഴിയും റോഡും തോടും ഒന്നും അറിയാത്ത സ്ഥിതിയിലും അല്ലാത്തപ്പോൾ കുണ്ടും കുഴിയും പൊടിപടലങ്ങളുമായി ആർക്കും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം തന്നെ നാട്ടിലേക്ക് അപമാനമായി കൊണ്ട് തന്നെ നാട്ടുകാർ ഇറങ്ങിച്ചെന്ന് റോഡിലെ കുഴികൾ അടക്കേണ്ട അവസ്ഥയുണ്ടായി. ഇന്നിപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ഒരു 5-6 മാസത്തോളമായി ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് സമരമുഖത്ത്